മാലിന്യ സംസ്കരണത്തിൽ പുതിയ ചുവടുവയ്പുമായി കൊച്ചി കോർപ്പറേഷൻ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിച്ച ജൈവവളം ദുബായിലെ NSK ബ്ലെൻഡിംഗ് എന്ന സ്ഥാപനത്തിലേക്ക് കയറ്റി അയക്കാനുള്ള പുതിയ പദ്ധതിക്കാണ് തുടക്കമിട്ടത്. ഇതോടെ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ. നേരത്തെ ബ്രഹ്മപുരത്തു നിന്നും തീപിടുത്തമായിരുന്നു വാർത്തയെങ്കിൽ ഇപ്പോൾ ബ്രഹ്മപുരത്തു നിന്നുള്ള വാർത്ത ബ്രഹ്മപുരത്തെ മാലിന്യം, അതിൽ നിന്നുള്ള വളം നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. ബ്രഹ്മപുരം ക്ലിയറായിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മപുരത്തെ BSF പ്ലാന്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം എന്നുള്ളതാണ് കൊച്ചി മേയറുടെ ഇപ്പോഴത്തെ ചാലഞ്ച്. കൊച്ചി നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണം. എന്നാൽ ഇവിടെയുള്ള ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിച്ച ജൈവവളത്തിന്റെ ആദ്യ കണ്ടെയ്നർ ദുബായിലേക്ക് പുറപ്പെട്ടതോടെ പുത്തൻ സാധ്യതകൾക്കാണ് വഴി തുറന്നത്. ലോകത്തിനു മുന്നിൽ മാതൃകയാക്കാവുന്ന പ്രവർത്തനത്തിനാണ് കൊച്ചി കോർപ്പറേഷൻ തുടക്കമിടുന്നത്. ലോകത്ത് തന്നെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, അതായത് നമ്മുടെ ഭക്ഷണ മാലിന്യം ഇത്രയും ടൺ, ഇപ്പം നമുക്ക് 2 പ്ലാന്റാണുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു 125 ടൺ മാലിന്യമെങ്കിലും എല്ലാ ദിവസവും വളമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ലോകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്പൂർണ്ണ മാലിന്യ സംസ്കരണത്തിലേക്കുള്ള കൊച്ചിയുടെ ഈ യാത്ര അഭിമാന നേട്ടം കൂടിയാണ്. കൊച്ചിയുടെ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. തൊട്ടപ്പുറത്ത് തന്നെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 പ്ലാന്റുകളിൽ നിന്നും അതുപോലെ തന്നെ അവിടെ വളരെ വേഗതയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന ബയോമൈനിങ് കഴിഞ്ഞുള്ള ശാസ്ത്രീയമായ ബയോമൈനിങ്ങിന് ശേഷം ആ മുഴുവൻ പ്രദേശവും നമ്മളിപ്പോൾ പച്ചപ്പ് വിരിച്ച് വരുന്നത് തീർച്ചയായും കൊച്ചിയുടെ അഭിമാന ചിഹ്നമായി മാറുകയാണ്. പ്രതിദിനം 10 ടൺ ജൈവവളമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പട്ടാളപ്പുഴുക്കളെ ഉപയോഗിച്ച് പ്രകൃതിദത്തമായ രീതിയിലാണ് പ്ലാന്റിൽ ജൈവമാലിന്യം വളമാക്കി മാറ്റുന്നത്. ജൈവവളത്തിന്റെ 3 കണ്ടെയ്നറുകളാണ് ആദ്യഘട്ടത്തിൽ കയറ്റി അയക്കുക. അതായത് 72 ടൺ. പിന്നീട് അങ്ങോട്ട് ആഴ്ചയിൽ 2 കണ്ടെയ്നർ വീതം വളം കയറ്റി അയക്കും. ഇതോടെ കൊച്ചി ആഗോളതലത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.